Hello everyone, welcome to Adra's Easy Talks. So today I'm going to take the essay Subject of Sex, Gender, Desire by Judith Butler. അപ്പം ഈ ഒരു എസ്സേ ഇച്ചിരി എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള എസ്സേ ആണ്. അപ്പം അതിൽ കുറച്ച് 6 ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എസ്സേ ജനറൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതിന് മുമ്പ് ജൂഡിത്ത് ബട്ട്ലറിന്റെ തിയറി എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ എസ്സേ വായിച്ചാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. സോ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം നമുക്ക് എസ്സേയിലേക്ക് മൂവ് ചെയ്യാം. സോ 2 പാർട്ടായിട്ടാണ് ഈ ഒരു ടോപ്പിക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ തിയറിയാണ് പറയുന്നത് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ എസ്സേ ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് തിയറി ഒന്ന് പരിചയപ്പെടാം. എന്താണ് ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ തിയറി എന്ന് നമുക്കൊന്ന് കാണാം. അതുപോലെ ബട്ട്ലർ പറഞ്ഞിട്ടുള്ള ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്താണ് ആ തിയറിയുടെ ബേസിസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു HSSTയുടെ. ഒരിക്കലും എസ്സേ എന്നായിരുന്നില്ല ഒരു ക്വസ്റ്റ്യൻ, ജനറൽ ആയിട്ട് ബട്ട്ലറിന്റെ തിയറി ആയിരുന്നു അവർ ചോദിച്ചത്. ഓക്കെ, ബൈനറി കണ്ടു, ഫ്ലൂയിഡ് കണ്ടു, ഏതാണ് തിയറി അറിയാവുന്നവർ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആ തിയറിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ പ്രസന്റേഷൻ. സോ വാട്ട് ഈസ് ജെൻഡർ? അപ്പൊ ജെൻഡറിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഐഡന്റിറ്റി കൾച്ചറലി ആൻഡ് സോഷ്യലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ റെപ്പിറ്റേഷൻ ഓഫ് സ്റ്റൈലൈസ്ഡ് ആക്ട്സ് ത്രൂ ടൈം. ഓക്കെ, അപ്പം ഒരു ഐഡന്റിറ്റിയാണ് എന്തിന്റെ? കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും ഒരാൾക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കെയിം ത്രൂ ദ റെപ്പിറ്റേഷൻ ഓഫ് സ്റ്റൈലൈസ്ഡ് ആക്ട് ത്രൂ ടൈം. കാലാകാലമായിട്ട് റിപ്പീറ്റ് ചെയ്ത ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്, ഒരു പെർഫോമൻസിലൂടെ വന്ന ഒരു ഐഡന്റിറ്റി, ഒരു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഐഡന്റിറ്റി ആണ് ജെൻഡർ എന്നാണ് ബട്ട്ലർ പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ആൻ ആക്ട്? ഇവിടെ സ്റ്റൈലൈസ്ഡ് ആക്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ആക്ട്? ആക്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബോഡി ജെസ്റ്റേഴ്സ്, സ്റ്റൈൽസ്, മൂവ്മെന്റ്സ്, ലാംഗ്വേജ് ആസ് വെൽ ഈക്വൽ സ്റ്റൈലൈസ്ഡ് ആക്ട് ദാറ്റ് മസ്റ്റ് കോൺസ്റ്റന്റ്ലി ബി റിപ്പീറ്റഡ്. അതായത് ഫോർ എക്സാമ്പിൾ വുമന്റെ കേസിൽ തന്നെ എടുക്കാം. അതായത് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് എ വുമൺ ഷുഡ് ഫോളോ. ദേ ഷുഡ് ബി മീക്ക്, ദേ ഷുഡ് ബി മൈൽഡ്, വലുതായിട്ട് ചിരിക്കുക, വലിയ സൗണ്ട് ഒച്ചപ്പാട് എടുക്കരുത്, സൗണ്ട് ഉണ്ടാക്കരുത്, ആൻഡ് നടക്കേണ്ട രീതി, പോസ്ചേഴ്സ്, ലാംഗ്വേജ് ദാറ്റ് ദേ ഷുഡ് യൂസ്, the body gestures that they should use, the styles that they should use, and that is different from that of a men use his body language, his gestures, his styles, etc. അല്ലേ? ഇപ്പോൾ ഒരു വുമൺ എങ്ങനെയാണോ തൻ്റെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അത് ഒരു മെന്നിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരിക്കലും ആ ഒരു ഡിഫറൻസ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എ ബയോളജിക്കൽ ഡിഫറൻസ്, ബട്ട് ദ ഡിഫറൻസ് കെയിം ഫ്രം ദിസ് ആക്ട്. ഈ ഒരു പെർഫോമൻസിലൂടെ, റെപ്പിറ്റേഷൻ ഓഫ് സ്റ്റൈലൈസ്ഡ് പെർഫോമൻസിലൂടെ വന്ന ഒരു ചേഞ്ച്, സമയം കാലം കഴിയുന്നതിനനുസരിച്ച്, അതായത് ഒരാളെ കണ്ട് നമ്മൾ പഠിച്ച് വരുന്ന ആ ഒരു ചേഞ്ച്. ഇപ്പം ഒരു പുതിയ ട്രെൻഡ്, ഒരു പുതിയ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ, ഡ്രസ്സിൽ പുതിയൊരു വേ ഓഫ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അത് അതുപോലെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. സെയിം വേ അങ്ങനെ വന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കാലാകാലങ്ങളായിട്ട് പെർഫോമൻസിലൂടെ, അതായത് എങ്ങനെയാണോ അവർ പെർഫോം ചെയ്തിരിക്കുന്നത്, ഇവരിൽ നിന്ന് മക്കൾ കണ്ടുപിടിക്കും, മക്കളിൽ നിന്നും അടുത്ത തലമുറ കണ്ടുപിടിക്കും, ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു വന്ന ഒന്നാണ് ജെൻഡർ. ഇറ്റ് ഇസ് എ റെപ്പിറ്റേഷൻ ഓഫ് സ്റ്റൈലൈസ്ഡ് ആക്ട് എന്ന് ബട്ട്ലറുടെ തിയറിയിൽ പറയുന്നു. And the repetition itself produces a set of behaviors and reified forms which appears as the natural configuration of bodies, ontological core or original matrix of gender. പിന്നീട് ഈ വന്ന ഒരു സ്റ്റൈലൈസ്ഡ് ആക്ട് അത് എന്തായിട്ട് മാറി? അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ ആണ്. അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അത് അവരുടെ എന്താ പറയുക ബയോളജിക്കൽ നാച്ചുറൽ ആയിട്ടുള്ള തിങ് ആണ്, ഒരിക്കലും അടിച്ചേൽപ്പിച്ച ഒന്നല്ല എന്നൊരു രീതിയിലേക്ക് ഇതാകപ്പെട്ടു. ഓക്കെ, ചേഞ്ച് ചെയ്യപ്പെട്ടു. സോ ഇവരുടെ കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സ്, ഇവരുടെ വേ ഓഫ് ടോക്കിംഗ്, ഇവരുടെ സ്റ്റൈൽസ്, ഇവരുടെ മൂവ്മെന്റ്സ്, ഇവരുടെ ലാംഗ്വേജ്, എവറിത്തിങ്, ഇതെല്ലാം വന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതായത് അത് നോർമൽ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ് ആണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും വന്നേ? ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്ത്, അതായത് അമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കണ്ട് മകള് പഠിച്ചു, മകൾ എങ്ങനെയാ ചെയ്യുന്നത് അതിന്റെ കുഞ്ഞും അങ്ങനെ പഠിച്ചു. സോ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെയാണ് ഇത് എത്തപ്പെടുന്നത് എന്നാണ് ബട്ട്ലർ പറയുന്നത്. പിന്നീട് ഇങ്ങനെ എത്തപ്പെട്ട ഈ ഒരു കൾച്ചർ, ഈ ഒരു സിസ്റ്റം പിന്നീട് എന്തായിട്ട് മാറി? ഈ ഒരു സ്റ്റൈലൈസ്ഡ് ആക്ട് പിന്നെ അത് നോർമൽ ആയിട്ടുള്ള ഒന്നായിട്ട് മാറി, അതൊരു സെറ്റ് ഓഫ് ബിഹേവിയർ ആയിട്ട് മാറി. അതായത് നാച്ചുറൽ കോൺഫിഗറേഷൻ ഓഫ് ബോഡി, ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആണ് ഇതെന്ന് പിന്നീട് വരാനായിട്ട് തുടങ്ങി. ഒരു സ്ത്രീ ആകുമ്പോൾ അവർ ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി ബിഹേവ് ചെയ്യുന്നത്, നിൽക്കുന്ന രീതി, നടക്കുന്ന രീതി, ഓക്കെ, എവറിത്തിങ്. അപ്പം ഒരു മെന്നാകുമ്പോൾ ഇങ്ങനെയാണ് അവർ നടക്കുക, ഇങ്ങനെയാണ് നിൽക്കുക. അപ്പം ഇതെല്ലാം ഒരു നാച്ചുറൽ ആയിട്ട് വന്നൊരു രീതിയായിട്ട് പിന്നീട് മാറി. ഓക്കെ, ദെൻ
When we act and speak in a gendered way, we are actively constituting it, replicating it, reinforcing it. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ എന്താണോ കണ്ടിന്യൂ ചെയ്ത് വന്ന ട്രഡീഷൻ അതനുസരിച്ച് സംസാരിക്കുകയാണെങ്കിലോ പെർഫോം ചെയ്യുക, പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ട് ചെയ്യുക. ഓക്കെ, ആക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ജെൻഡേർഡ് വെയിലായി മാറുന്നുണ്ട്. സോ ഇപ്പം ഇഫ് ഐ ചൂസ് ടു വെയർ എ ചുരിദാർ, ഡസ് ഇറ്റ് മീൻ ദാറ്റ് ഐ ആം ഫെമിനൈൻ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അത് പെണ്ണാണ്, അല്ലെങ്കിൽ പാന്റും ഷർട്ടും ഇട്ടാൽ പുരുഷനാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് സമൂഹം എത്തപ്പെടുന്ന ഒരു സമയമുണ്ടായി. പിന്നീട് അത് ഡീകൺസ്ട്രക്ട് ചെയ്ത് പിന്നീട് എന്ത് വേഷം ആരും ധരിക്കും. ഇപ്പൊ ഷെർവാണി ഇടാറുണ്ട് ബോയ്സ്, അതുപോലെ തന്നെ ജീൻസും ഷർട്ടും ഇടാറുണ്ട് ഗേൾസ്. സോ വെൻ വി ആക്ട് ആൻഡ് സ്പീക്ക് ഇൻ എ ജെൻഡേർഡ് വേ, വി ആർ ആക്റ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ്, റെപ്ലിക്കേറ്റിംഗ് ഇറ്റ്, റെയിൻഫോഴ്സിങ് ഇറ്റ്. നമ്മൾ പോലും അറിയാതെ ഈ ഒരു ജെൻഡറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സൊസൈറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു പൊട്ടിടുന്നു, പെൺകുട്ടി പൊട്ടിടുന്നു, നാളത്തെ തലമുറ പൊട്ടിടുന്നു. അപ്പം ഇത് ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ സ്ത്രീ, ഒരു ഫീമെയിലിന്റെ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് നമ്മൾ പോലും അറിയാതെ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആക്ട്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് ആക്ട്സ്, ദേ ആർ പെർഫോമിങ്. ആക്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആക്ട്സ്? ഈ ആക്ട് പെർഫോമിങ് ആക്ട് ആണ്, നമ്മൾ പെർഫോം ചെയ്യാണ്. അതായത് ഒരു സ്റ്റേജിലൊരു പെർഫോമൻസ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഒറിജിനൽ സെൽഫ് ദാറ്റ് ലൈക്ക് ദാറ്റ് വി ആർ. നമ്മൾ എന്താണോ അതല്ല നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. പകരം നമ്മുടെ സൊസൈറ്റി നമ്മളിൽ അടിച്ചേൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കൾച്ചറൽ ഐഡന്റിറ്റീസ് ഉണ്ട്, കുറച്ച് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീസ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ പുറത്തേക്ക് പെർഫോമൻസ് എന്ന രൂപത്തിൽ കാണിക്കുന്നത്. ഓക്കെ, ആക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഓഫ് ദ ആക്ടർ in order to accomplishment of the mode of belief. Performing them, the gendered way becomes public and available. So ഈ ഒരു ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐഡന്റിറ്റി കൂടിയായി മാറുന്നുണ്ട് ഒരു സമയമാകുമ്പോൾ. സോ ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദ മോഡ് ഓഫ് ബിലീഫ്, ഈ ഒരു മോഡ് ഓഫ് ബിലീഫിൽ നമ്മൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെൺകുട്ടി, അവള് നോർമലായിട്ട് ചുരിദാറൊക്കെ ധരിച്ച് നോർമൽ പെൺകുട്ടിയായിട്ട് സമൂഹത്തിൽ പോവുകയാണെങ്കിൽ ഷീസ് അക്സെപ്റ്റഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സൊസൈറ്റി. പക്ഷെ ഇപ്പം ഒരു പെൺകുട്ടി, അവള് ഒരിക്കലും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ചേരാത്ത രീതിയിലുള്ള വസ്ത്രം, ഇപ്പം സമൂഹം കൊടുത്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അങ്ങനെയുള്ള, അതായത് ഇന്ന പോലെ നീ ഡ്രസ് ചെയ്ത് നടന്നാൽ നിന്റെ ഫെമിനിറ്റിക്ക് അത് അഗെയിൻസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നീ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു മോഡ് ഓഫ് ബിലീഫിനെതിരാണ്. സോ ഷീ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഫീമെയിൽ, ഇറ്റ്സ് എ ഫെമിനൈൻ. ഓക്കെ, ആസ് ആൻ എക്സാമ്പിൾ ഓഫ് പെർഫെക്റ്റ് ഫെമിനിനിറ്റി. ഇവിടെ ഈ പെൺകുട്ടിയെ നമുക്ക് ഒരിക്കലും പെൺകുട്ടി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവള് ആ സോഷ്യൽ സ്ട്രക്ചറിൽ, ആ സോഷ്യൽ ബിലീഫിനുള്ളിൽ നിൽക്കുന്ന ഒരു കുട്ടിയല്ല. അവളിൽ പല വ്യത്യാസങ്ങളും ചേഞ്ചും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹം തള്ളിക്കളയാനായിട്ട് ശ്രമിക്കും. സോഷ്യൽ നോംസ് അനുസരിച്ച് പോകുന്നവരെ അക്സെപ്റ്റ് ചെയ്യാനും സോഷ്യൽ നോംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരെ പണിഷ് ചെയ്യാനും ഉള്ള മൈൻഡ് എവിടെ ഉണ്ട്? നമ്മുടെ സൊസൈറ്റിക്കും ഉണ്ട്. So performing them, the gendered way becomes public and available. Our acts feed and maintain the illusion of a core of gendered self, and we co-create the social fiction that this nature of gender exists. എന്നിട്ട് അതായത് ഈ ഒരു പെർഫോമൻസിൽ നമ്മളും ഏർപ്പെടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വേറെ ഒന്നിനും കൊണ്ടല്ല, നമ്മൾ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ് അവിടെ. എന്താ, എനിക്കൊരു ജെൻഡേർഡ് സെൽഫ് ഉണ്ട്, ഞാനും ഫെമിനൈൻ ആണ് അല്ലെങ്കിൽ ഞാനും മെസ്കുലൈൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് നമുക്ക് സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ, നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളും മറ്റുള്ളവരെ പോലെയാണ് എന്നുള്ള, അല്ലെങ്കിൽ അവരെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ജെൻഡർ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ആൻഡ് ദിസ് നേച്ചർ ഓഫ് ജെൻഡർ എക്സിസ്റ്റ്. ഈ ഒരു നേച്ചർ ഓഫ് ജെൻഡർ ആണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, സോ ജെൻഡർ കം ഔട്ട് ആൻഡ് അപ്പിയേഴ്സ് ആസ് എ സബ്സ്റ്റാൻഷ്യൽ നാച്ചുറൽ സെൽഫ്. സോ ഈ ജെൻഡർ എങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുന്നത്, എങ്ങനെയാണ് ജെൻഡർ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് നമ്മുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു ജെൻഡർ എന്ന് പറയുമ്പോഴത്തേന് അതൊരിക്കലും ഒരു എന്താ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിട്ടല്ല ഒരിക്കലും മുന്നിലേക്ക് എത്തപ്പെടുന്നത്. പകരം ഇത് നാച്ചുറൽ ആണ്, ഇത് പ്രകൃതിദത്തമാണ്, ഒരിക്കലും കെട്ടിച്ചമച്ച ഒന്നല്ല. ഇങ്ങനെ ആവണം നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ ആവരുത് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്. കുറച്ച് നോംസ് ആണ്, കുറച്ച് റൂൾസ് ആണ്. അപ്പം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള തിങ് ആവുമ്പോൾ എന്ത് ചെയ്യും? അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരും. ഓക്കെ, സോ ജെൻഡർ കം ഔട്ട് ആൻഡ് അപ്പിയേഴ്സ് ആസ് എ സബ്സ്റ്റാൻഷ്യൽ നാച്ചുറൽ സെൽഫ്, ബട്ട് there is no essence, no pre-existing identity, no naturalness. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു എസൻസും ഇല്ല, ഇതിലൊരു കാര്യവുമില്ല, ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല, ഒരു നാച്ചുറൽനെസ്സും ഇല്ല. ഒരു പെൺകുട്ടി പാന്റ് ഇട്ട് ഷർട്ട് ഇട്ട് നടന്നെന്ന് പറഞ്ഞാൽ അവളുടെ
ബയോളജിക്കൽ കൺസെപ്റ്റ്സ് ഒന്നും ബോഡി സ്ട്രക്ചർ ഒന്നും മാറാനായിട്ട് പോകുന്നില്ല, അവളുടെ തോട്ട് പ്രോസസ് ഒന്നും മാറാനായിട്ട് പോകുന്നില്ല. ഓക്കെ, സോ ഇതിനുള്ളിൽ ഐഡിയോളജീസ് മാത്രമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഇറങ്ങി നടക്കേണ്ടതെന്ന് സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് വിലകൾ, ഒരു വാല്യൂസ് മാത്രമാണത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഓക്കെ. So gender norms build social cultural subjects as men and women. ഈ ജെൻഡർ നോംസ്, ജെൻഡർ കൊടുത്തിരിക്കുന്ന നോംസ്, റൂൾസ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? സബ്ജക്ട്സ്, ഇതിലുള്ള ജനങ്ങളെ മെൻ എന്നും വിമൺ എന്നും എന്താ പറയുന്നത്, രണ്ട് തട്ടായിട്ട് തിരിക്കുന്നത്. ഓക്കെ, സോ ഈ നോംസ് ആണ് ഇവിടെ രണ്ട് സബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സബ്ജക്ട്സ് ആരൊക്കെയാണ്? മെന്നും വിമണും. Our ideas of what women and men are reflect nothing that exists in nature. Our ideas derive from the customs that embedded social relations of power shaped by forces that are social rather than biological or natural. അതായത് ഇതില് ഒരു മെൻ ആയിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള റോളും കുറച്ചങ്ങ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു റോള് അവർ അതേ കണക്കങ്ങ് പെർഫോം ചെയ്യുക. ആൻഡ് ഈ ഒരു റോൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, ബയോളജിക്കൽ ആണ്, സോഷ്യൽ ആണ് എന്നും കൂടെ പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നോക്കുക, താലി കെട്ടുന്ന ഒരു ചടങ്ങ്. സോ എപ്പോഴും പുരുഷനാണ് സ്ത്രീകളെ താലി കെട്ടുന്നത്. ഇത് ഒരു സമൂഹം വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒരു വെച്ചാരാധന തന്നെയാണ്, അല്ലേ? തിരിച്ച് ഒരു സ്ത്രീ പുരുഷനെ താലി കെട്ടുക എന്ന് പറയുന്നത് നമുക്ക് സൊസൈറ്റിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരെ വന്നു കഴിഞ്ഞു. പക്ഷേ മാരേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ, അപ്പം നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുക്കുക. കുറച്ച് നല്ല കാര്യങ്ങൾ മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്, എന്നാൽ അതുപോലെ മോശം കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വുമൺ ആയാലും ഈ ഒരു മെൻ ആയാലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു ഭാഗത്ത് എന്താണോ ഷെയർ ചെയ്യുന്നത്, അപ്പുറത്തെ ഭാഗത്തും അതുപോലൊരു ഷെയർ ഉണ്ടാവണം. അവിടെയാണ് ഹാപ്പി ലൈഫ് പോസിബിൾ ആവുന്നത്. പക്ഷേ ഇവിടെ വുമൺ സപ്രഷൻ ആൻഡ് ഒപ്രഷൻ ആണ്, മെൻ ഡോമിനന്റ് ആണ് എന്ന് പെട്രിയാർക്കൽ സൊസൈറ്റി ഒരു കൾച്ചർ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കും. ഈ നമ്മുടെ മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് തന്നെ ഇതിന്റെ ഒരു ബേസിസിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആയപ്പോഴത്തേന് എന്ത് ചെയ്തു? ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരെ എല്ലാം സമൂഹം ഒന്നടക്കം അടച്ചാക്ഷേപിക്കാനും പഴി പറയാനും അവരെ സമൂഹത്തിൽ നിന്ന് പുറത്ത് ഡീവാർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ശ്രമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ജെൻഡർ നോംസ് ആണ് സോഷ്യൽ സബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വുമൺ ആൻഡ് മെൻ ആർ റിഫ്ലക്ട് നത്തിങ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. അതായത് അവരുടെ ഐഡിയാസ്, ഓക്കെ, അവരുടെ കൺസെപ്റ്റ്സ് എല്ലാം ഈ സോഷ്യൽ നോംസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ളതായി മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then the reality of being woman or man is not an empirical fact but rather a performative effect of the language and the constitutive act that defines her. അപ്പം ശരിക്കും പറഞ്ഞ, അതായത് ഒരു വുമണിന്റെയോ അല്ലെങ്കിൽ ഒരു മാന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പകരം ഹൗ ദേ പെർഫോം ഇൻ ദ സൊസൈറ്റി, ദ വേ ദ ലാംഗ്വേജ് ദേ യൂസസ്, വാട്ട് ഓൾ സ്റ്റൈൽസ് ദാറ്റ് ദേ കോൺട്രിബ്യൂട്ട് ഇൻ ദ സൊസൈറ്റി. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഒരു റിയാലിറ്റി സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എംപിരിക്കൽ ഫാക്ട് ബട്ട് റാദർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പെർഫോമേറ്റീവ് ഇഫക്ട് ദാറ്റ് ദേ create in the society. So sex is just made ontologically primary as a justification, the basis for the constitution of the gendered identity. Very important. ഈ ഒരു ജെൻഡർ നോം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഫീച്ചർ, ഒരു ഫാക്ടർ മാത്രമാണ് എന്ത്, നമ്മുടെ ഈ സെക്സ് എന്ന് പറയുന്നത്. സോ ഒരു ontological primary justification ആണ്, ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ട്, അതായത് ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്പാരിറ്റീസ് ഉണ്ട്. സോ when coming to gender identity, we should also look into it regarding this matter. ജെൻഡർ നോംസ് വെച്ചിട്ട് വേണം സെക്സിനെയും നമ്മൾ അനലൈസ് ചെയ്യാൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരു കാരണമായി അവർ കണ്ടെത്തുന്നത് എന്താണ്? സെക്സ് ആണ്. ഓക്കെ, സോ സെക്സ് ഈസ് ജസ്റ്റ് മെയ്ഡ് ontological primary as a justification, the basis for the constitution of the gendered identity. Okay, then here you have body as nature, then process of signification, gender, the body, how the body is represented in a society. അതായത് ഒരു ബോഡി, ലെറ്റ്സ് സേ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി, മെയിലോ ഫീമെയിൽ എന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാതെ ഒരു ബോഡി, അതിനെ എങ്ങനെയാണോ ഒരു സിഗ്നിഫിക്കേഷൻ കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് അതിന്റെ ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, the facticity of the natural dimensions of the body are conceived as distinct from the process by which the body comes to bear cultural meaning.
അപ്പം ഇതിന്റെ ഒരു നാച്ചുറൽ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് കൺസീവ്ഡ് ആസ് ഡിസ്റ്റിങ് ഫ്രം ദ പ്രോസസ് ബൈ വിച്ച് ദ ബോഡി കംസ് ടു ബിയർ കൾച്ചറൽ മീനിങ്. അതായത് നാച്ചുറൽ ബോഡി എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് സിഗ്നിഫിക്കേഷനിലൂടെ എന്തായി മാറുന്നുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ജെൻഡർ ഐഡന്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ജെൻഡർ ഐഡന്റിറ്റി ഈസ് ഇൻഡിപെൻഡന്റ്, റാഡിക്കലി ഇൻഡിപെൻഡന്റ് ഫ്രം എ നാച്ചുറൽ റിയാലിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള റിയാലിറ്റി, ആ ഒരു ബോഡി എന്താണോ ആ ബോഡിയെ വെച്ചിട്ടല്ല അവിടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പകരം ഈ ഒരു പ്രോസസ് ഓഫ് സിഗ്നിഫിക്കേഷൻ ആണ്, ജെൻഡർ വെച്ചിട്ടാണ് ആ ഒരു ബോഡിയെ ഡിഫൈൻ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഒരു ബോഡി അത് നാച്ചുറൽ ആയിട്ടുള്ള റിയാലിറ്റി ആണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ പ്രോസസ് ഓഫ് സിഗ്നിഫിക്കേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ജെൻഡറായി മാറുന്നു. അവിടെ മെയിൽ ഫീമെയിൽ, വുമൺ മെൻ എന്ന് പറയുന്ന ബൈനറി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ രണ്ട് ക്രിട്ടിക്സ് പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാം. നമ്മൾ എസ്സേ പറയുമ്പോൾ ഇത് പറഞ്ഞു പോകുന്ന കാര്യമായിട്ട് വീണ്ടും പറയുന്നില്ല. The embodied possibility as a gender are circumscribed by the historical situation. There is nothing predetermined. The process of signification of the body is conditioned only by the historical conventions, confirming the body in obedience to the historically delimited possibilities and existing social directives. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഈ ഒരു ജെൻഡർ എവിടെ നിന്നാണ് വന്നത്, നമ്മുടെ അതായത് എങ്ങനെയാണോ പണ്ടുള്ളവര് ആക്ട് ചെയ്ത് പോയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷനും വന്നത്. ഫോർ എക്സാമ്പിൾ, പണ്ട് നടന്നൊരു കാര്യം, പണ്ട് മനുഷ്യന്റെ പരിണാമം സംഭവിക്കുന്നതിന് മുൻപ് ഹ്യൂമൻ ബീങ്സിന് വാലുണ്ടായിരുന്നു, ടെയിൽ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. പിന്നീട് അത് യൂസ് ചെയ്യാതെ വന്നപ്പോൾ അത് ഇല്ലാണ്ടായി പോയി എന്നും പറയുന്നുണ്ട്. അതിന്റെ നമ്മൾ തിരിച്ച് ചിന്തിക്കുവാണെങ്കിൽ ഈ പറയുന്ന പണ്ടൊന്നും നാണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. കാട്ടുവാസികളായിട്ട് ജീവിച്ചു പോയിരുന്നു, നാണം മറയ്ക്കാനായിട്ട് ഇലകള് ഉപയോഗിച്ചു. ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള സോഷ്യൽ നോംസോ കൾച്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചുകൂടെയൊക്കെ നല്ലൊരു ലൈഫ് സിറ്റുവേഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ദേ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ദെയർ ഓൺ റൂൾസ് ആൻഡ് നോംസ്. ഓക്കെ, സൊസൈറ്റിയിൽ അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, കുറച്ച് നോംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് വുമൺ ദ അതർ ആയിട്ട് മാറി, മറ്റൊരു സെക്സ് ആയിട്ട് മാറി, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മാറി. ഓക്കെ, സോ ഇവിടെ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കൽ സിറ്റുവേഷനിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ കാലം കഴിഞ്ഞു വരുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നൊരു ചേഞ്ച് ആണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ജെൻഡർ എന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. ഓക്കെ, സോ ദർ ഇസ് നത്തിങ് പ്രീഡിറ്റർമൈൻഡ്. ഒരിക്കലും ഈ എന്താ പറയുന്നത് പ്രീഡിറ്റർമൈൻഡ് ആയിട്ട് വെച്ച ഒന്നല്ല. The process signification of the body is conditioned only by the historical conventions. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കൺവെൻഷൻ, ഈ ഒരു അവർ ചെയ്ത് പോയിരുന്ന, ചിന്തിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് പോയിരുന്ന ആ ഒരു ആചാരം, ആ ഒരു കാര്യമാണ് എന്തായി മാറിയത്, പ്രോസസ് സിഗ്നിഫിക്കേഷൻ ജെൻഡർ ആയിട്ട് അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് മാറിയതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലാതെ ഇതിന് പിന്നിൽ ഒരു കഴമ്പും ഇല്ല, അല്ലെങ്കിൽ വുമൺ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, അവരിങ്ങനെയുള്ളവരാണ്, അതിന്റെ പിന്നിൽ യാതൊരു തരത്തിലുള്ള പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നോഷൻസും ഇല്ല. പകരം ഈ ഒരു സിഗ്നിഫിക്കേഷനിലൂടെ വന്ന ഒരു ചേഞ്ച് ആണ്, ഒരു ഷിഫ്റ്റ് ആണെന്ന് ജൂഡിത്ത് ബട്ട്ലർ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹൂ പ്ലേ ദ ആക്ട്? ഇവിടെ ആരാണ് ഈ ഒരു ആക്ട് ചെയ്യുന്നത്? എവ്രിവൺ, ഞാനും നീയും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഇത് ചെയ്യുന്നത്. ഇന്നേവേ ഈ പറയുന്ന ഞാൻ പോലും പല രീതിയിലും പല ജെൻഡറും പെർഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന കണക്ക് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് വി ആർ അനദർ പേഴ്സൺ, വീട്ടിൽ വരുമ്പം വി ആർ അനദർ പേഴ്സൺ. അപ്പോൾ ഓരോ രീതിയിലും നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആസ് ഷേക്സ്പിയർ ഹാഡ് സെഡ്. സോ ഇവിടെ ജെൻഡർ പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പെർഫോമൻസ് ഓഫ് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ വോളണ്ടറി ചോയ്സ്. ഒരിക്കലും ഇത് ഒരാളുടെ ഇഷ്ടപ്രകാരം അവർ പെർഫോം ചെയ്യുന്ന ഒന്നല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ചുരിദാറും ടോപ്പും ചുരിദാർ ഇട്ടുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്നൊരു ഷിഫ്റ്റ്, ഒരിക്കലും സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നേരെ മറിച്ച് ഇങ്ങനെയും നടന്നവൾ, അവൾ അങ്ങനെ ഒരു പെണ്ണ എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് വെക്കും. അത് മാത്രമല്ല, ഇവരൊരു സോഷ്യൽ ബൗണ്ടറിക്ക് പുറത്തായിരിക്കും ഇവരുടെ സ്ഥാനം. ഓക്കെ, but the performance of gender is not an individual voluntary choice. We enact the reality of gender with our bodies. നമ്മൾ എങ്ങനെയാണ് ഈ ആക്ട് ചെയ്യുന്നത്? വിത്ത് our bodies. നമ്മുടെ ബോഡിയാണ് അതിന് കാരണം. ബേസിക് ആയിട്ട് ഇതിനകത്ത് വെക്കുന്ന റീസൺ എന്താണ്? സെക്സ്. അപ്പം മെയിൽ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഇതിന്റെ ബേസിസ് ആയിട്ട് അവർ വെക്കുന്ന ഒരു കാരണം. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അവർ ജെൻഡർ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ആ ജെൻഡർ ഐഡന്റിറ്റി എന്താണോ അതാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ,
ആക്ടിങ് വി മേക്ക് ദ ജെൻഡർ റിയൽ. ഈ ആക്ടിങ്ങിലൂടെ ഈ ജെൻഡർ എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ റിയൽ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യുന്നു. So it survives the particular actors who play it, but requires individual actors in order to actualize and reproduce as reality. So ഇതിന് പ്രത്യേകം ഇപ്പം ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു ആക്ടറിന് റോൾ കൊടുക്കുന്നു, ഇതിന് പ്രത്യേകം ആക്ടേഴ്സിനെ ഒന്നും നമ്മൾ വെക്കുന്നില്ല, പകരം നമ്മൾ തന്നെ ഇതിൽ ഓരോ ആക്ടേഴ്സ് ആയിട്ട് മാറുകയും നമ്മൾ അത് ഈ പറയുന്ന ജെൻഡർ നോംസിന്റെ ഓരോ സീനും കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത് റീപ്രൊഡക്ഷൻ, അതായത് കാലാകാലങ്ങളായിട്ട് പിന്നീടുള്ള തലമുറയിലേക്കും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജെൻഡർ ഈസ് ഓൾവേസ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ ഇന്റേണലൈസ്ഡ് റെഗുലേഷൻസ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി. ഈ ഒരു ജെൻഡർ പിന്നീട് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും നമ്മളോട് പറഞ്ഞു തരുന്നില്ല, ആരും അത് പറഞ്ഞു തരത്തില്ല, ഇത് ജെൻഡർ ആണ്, നിന്റെ ജെൻഡർ ഇന്നതാണ്, നിന്റെ ജെൻഡർ ഇന്നതാണ്, സോ ഈ ജെൻഡറിൽ പെടുന്ന ആള് ഇന്ന പോലെ പെർഫോം ചെയ്യണം, ആ ജെൻഡറിൽ പെടുന്ന ആള് ഇന്ന പോലെ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നില്ല. ബട്ട് ഇറ്റ് ഇസ് an ideology, it is a set of belief that people practice throughout their life. Okay, and ഇതെന്ത് ചെയ്യും, സർക്കുലേറ്റ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവരുടെ ലൈഫ് ത്രൂ ഔട്ട് ലൈഫിൽ ഇതൊരു പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും, ഇന്റർണലൈസ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യും, അവരെ സ്വയം കൺട്രോൾ ചെയ്യും. താൻ ഇങ്ങനെയാണ്, താൻ അങ്ങനെയാണ്, തനിക്ക് തെങ്ങി കയറാൻ സാധിക്കില്ല ബിക്കോസ് യു ആർ എ വുമൺ, തനിക്ക് കിണറ്റിലിറങ്ങാൻ സാധിക്കില്ല ബിക്കോസ് യു ആർ എ വുമൺ, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് മെന്നിന് മാത്രമാണ്. ഓക്കെ, സോ ഈ ഒരു ധാരണ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത് പറ്റാത്തത് കൊണ്ടല്ല, പകരം തന്റെ സെക്സ് ഇതായത് കൊണ്ട് തന്റെ ജെൻഡർ ഐഡന്റിറ്റി ഇങ്ങനെയാണ് എന്ന് സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. ഹൗ, വൈ, ദർ ഇസ് എ സോർട്ട് ഓഫ് ടാക്ടിക് എഗ്രിമെന്റ്. ദെൻ വൈ ആൻഡ് ഹൗ എവറി വൺ, സോഷ്യൽ റെഗുലേഷൻസ് ആൻഡ് ജെൻഡർ നോംസ്, ജെൻഡർ ആസ് എ സ്ട്രാറ്റജി ഓഫ് സർവൈവൽ. അതായത് ജീവിച്ചിരിക്കണമെങ്കിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ജെൻഡർ നോം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയത്? നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജെൻഡർ പെർഫോമൻസ് നമ്മൾ നടത്തിയേ മതിയാവും. ഓക്കെ, ഈ ഒരു ജെൻഡർ റൂൾ നമ്മൾ ഫോളോ ചെയ്തേ മതിയാവും. അതാണ് ഇവിടെ പറയുന്നത്. സോഷ്യൽ സാങ്ഷൻസ് ആൻഡ് പ്യൂണിറ്റീവ് കോൺസിക്വൻസസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോസ്റ്റ് ദ സബ്ജക്ട് performing stylized actions and roles, making us perform, produce and continue it. When an individual adheres to the attributes, normative models of gender and associated behaviors, he or she is rewarded with self-determination, comfort and securing of acting. ഒരു ഇൻഡിവിജ്വൽ, സേ ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഗേൾ, അവൾ നല്ല കുട്ടിയായിട്ട് വളരുന്നു, അച്ചടക്കത്തോടെ മര്യാദയോടെ, ഇൻ ദ ടേംസ് ഓഫ് ജെൻഡേർഡ് സൊസൈറ്റി, അങ്ങനെ വളരുന്ന ഒരു കുട്ടി, അവൾ ഒരു 10-18 വയസ്സെത്തുന്നു, വീട്ടുകാർ പറയുന്നത്രയും പഠിക്കുന്നു, അത് കഴിഞ്ഞ് അവർ പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. ഓക്കെ, അവരുടെ ഹസ്ബൻഡിനെയും കുട്ടിയെ നോക്കി നന്നായിട്ട് ജീവിക്കുന്നു. ഹസ്ബൻഡ് എന്താണോ പറയുന്നത് അതിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും മാറാതെ അതേ രീതിയിൽ ജീവിച്ച് തന്റെ അവസാനം വരെയും ഹസ്ബൻഡിനെ നോക്കി കുട്ടികളെ നോക്കി ജീവിക്കുന്ന ഒരു ലൈഫ്. ഓക്കെ, സോ if an individual adhere to the attribute normative models, ഒരു സൊസൈറ്റി എന്ത് റൂളാണോ ആ ഒരു ജെൻഡറിന്, ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്, അത് കറക്റ്റ് ആയിട്ട് ആ കുട്ടി ഫോളോ ചെയ്ത് അതിന്റെ ലൈഫ് അവസാനം വരെ കൊണ്ടുപോവുകയാണെങ്കിൽ, മരിച്ചു കഴിഞ്ഞ് കിടക്കുന്ന സമയത്തോ ഇതുപോലെ നല്ലൊരു പെണ്ണിനെ ഈ ലോകത്ത് കാണത്തില്ല, നല്ല സൽസ്വഭാവി എന്ന് പറയും. മരിച്ചു കിടക്കുന്ന സമയത്ത് നല്ല പേര് കിട്ടും. സോ ഷീ ഈസ് റിവാർഡഡ് വിത്ത് സെൽഫ് ഡിറ്റർമിനേഷൻ, കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ആക്ടിങ്. അവള് ജെൻഡർ പെർഫോമൻസ് കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു, മിടുക്കിയായിട്ട് ആക്ട് ചെയ്തു. സോ ഷീ ഈസ് അക്സെപ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. At the same time, when an individual fails to perform the right illusion of gender essentialism, dissonance, he or she is socially punished and marginalized. ഈ പറയുന്നത് പോലെ ഒരു കുട്ടി വീണ്ടും അവള് വളരെ വീട്ടില് ഈ പറഞ്ഞ 18 വയസ്സായപ്പോ കല്യാണം കഴിപ്പിക്കാൻ നോക്കി, പറ്റിയില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു, വീട്ടുകാരെ എതിർത്ത് പോയി പഠിക്കുന്നു, ഒരു ജോലി സമ്പാദിക്കുന്നു, 10-28 വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നു, അതും തന്റെ ചോയ്സിലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു. ദെൻ അവരുടെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന സമയത്ത് കുറച്ച് സമൂഹം വന്ന് കുറച്ചു പേരെങ്കിലും പറയും, അവൾ എങ്ങനെ ജീവിക്കേണ്ട പെണ്ണായിരുന്നു, അവള് പോയ പോക്ക് കണ്ടില്ലേ, വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയതാ, പഠിക്കും, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇത്രയും വിവരമില്ലാത്ത ഉറത്തിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ കൈൻഡ് ഓഫ് കമന്റ്സ് ആയിരിക്കും ആ ഒരു കുട്ടിക്ക് കിട്ടുന്നത്. സോ ഇഫ് ഷീ പെർഫോം ഹെർ ജെൻഡർ റൈറ്റ്ലി, ഷീ വിൽ ബി എന്ത് ചെയ്യും, ഷീ വിൽ ബി rewarded in the society. But at the same time, if she failed to perform the right illusion of gender, what happens? She is punished and marginalized. Okay, then what we know about sex? Can we know sex as distinct from gender? If the body is only known through its gendered appearance, the cultural construct, its significance that body assumes, what we know about the body. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബട്ട്ലർ ബേസിക് ആയിട്ട് ഒരു തിയറി എന്നുള്ള രൂപത്തിൽ ഇവിടെ പറയുന്നതായിട്ട് കാണാം. സോ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർ ക്രിയേറ്റ്സ് ബോഡി. സോ
ഇവിടെ ബോഡി മോഡലിംഗ് ആസ് സെക്സ്ഡ് ബോഡി മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, സോ ഹിയർ ഐഡന്റിറ്റി ജെൻഡേർഡ് സബ്ജക്ട്. ഇവിടെ ഈ ഒരു രീതിയിൽ, അതായത് ജെൻഡർ വെച്ചിട്ടാണ് ഒരു ബോഡിയെ അളക്കുന്നതെങ്കിൽ ലാസ്റ്റ് അവരുടെ ഐഡന്റിറ്റി എന്തായിരിക്കും? ഒരു ജെൻഡേർഡ് സബ്ജക്റ്റ് ആയിട്ട് അവർ മാറുന്നുണ്ട്. സോ ത്രൂ ദ റെപ്പിറ്റേഷൻ ഓഫ് ദ പെർഫോമേറ്റീവ് ആക്ട്സ് ഇന്റർവീൻസ് ഓൺ ദ ആക്ട് പ്രൊഡ്യൂസസ് ദെയർ ഓൺ ഏജൻസ്. Gendered acts produce gendered subject that can generate gendered identity. Okay, so gendered ആയിട്ടുള്ള ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജെൻഡേർഡ് സബ്ജക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ജെൻഡേർഡ് ഐഡന്റിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Then assuming reality is constituted by the appearance of gender and its system of power and social mutable acknowledge. Gender is a mechanism by which notions of masculine and feminine are naturalized. അപ്പം ജെൻഡർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ, ഒരു മെക്കാനിസത്തിലൂടെയാണ് ഈ ഒരു മസ്കുലൈൻ അല്ലെങ്കിൽ ഫെമിനൈൻ എന്ന് പറയുന്ന കാര്യങ്ങളെ നാച്ചുറലൈസ് ചെയ്ത് പ്രൊജക്ട് ചെയ്യാനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റിവേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. സബ്ജക്ഷൻ, ദ പ്രൈസ് ഓഫ് എക്സിസ്റ്റൻസ് ആസ് ഇൻഡിവിജ്വൽ ഇസ് ദ സബോർഡിനേഷൻ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വിമൺ ആണ്, ആൻഡ് ദേ ആർ സബോർഡിനേറ്റ്. ജൂഡിത്ത് ബട്ട്ലറിന്റെ എസ്സേയിലെ സബ്ജക്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ മെന്നല്ല, വിമൺ ആണ്, ആൻഡ് ദേ ആർ ഓൾവേസ് സബോർഡിനേറ്റ് ടു ദ ഡോമിനന്റ് ക്ലാസ്, ദാറ്റ് ഇസ് ദ മെൻ. ഓക്കെ, human nature is a manifestation of cultural meaning, social relations and power politics. Not biology, but culture becomes identity. ഇവിടെ ബയോളജി അല്ല, ബയോളജി എന്ന് പറയുന്നത് റീസൺ മാത്രമായിട്ട് മാറുന്നുണ്ട്. അതായത് ജെൻഡർ എന്ന ബേസിനെ പ്രൊമോട്ട് ചെയ്യാൻ അവർ കാണുന്ന റീസൺ മാത്രമാണ് ഈ ഒരു സെക്സ് ബയോളജി. ഓക്കെ, സോ ദ ഐഡിയ ഓഫ് ആൻ എസെൻഷ്യൽ സെക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റജി ബൈ വിച്ച് ദ ജെൻഡർ ഈസ് കൺസീൽഡ്. Society sets expected behaviors and roles that must be respected, performed and played if you want to survive normativity of gender system. ജീവിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പെർഫോം. അതായത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാരാണോ അവരാണ് ഏറ്റവും നന്നായിട്ട് സമൂഹത്തിൽ അവർക്കാണ് ജീവിക്കാനായിട്ട് സാധിക്കുക. സോ റെസ്ട്രിക്റ്റഡ് സ്പേസ് ആൻഡ് ടൈം, ബോർഡേഴ്സ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഡയറക്റ്റീവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ദെൻ ബൈനറി ജെൻഡേഴ്സ് ഹെട്രോസെക്ഷൽ കോൺട്രാക്ട്. A human being enters the world not because of his or her ears, his or her nose, but as male or a female, then by virtue of certain anatomical parts. Then cultivation of the body into discrete sex. Subjectification ഇവിടെയാണ് തുടങ്ങുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ജെൻഡർ ആണല്ലേ. ജെൻഡർ അല്ല ഇവിടെ പറയുന്നത്, സെക്സും ജെൻഡറും രണ്ട് ടേംസ് ആണ്. സെക്സ് പറയും എന്താണ്, കുഞ്ഞ് മെയിലാണ് അല്ലെങ്കിൽ കുഞ്ഞ് ഫീമെയിൽ ആണ്. അവിടെ തൊട്ട് തുടങ്ങും അവന്റെ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ സെക്സും ജെൻഡറും ഒന്നായിട്ട് ഇവിടെ കാണുന്നു, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സബ്ജക്ഷൻ ബിക്കം എ സബ്ജക്ട് ഇൻ ടു സെക്സ് ജെൻഡർ സിസ്റ്റം, ദാറ്റ് ഈസ് ജെൻഡർ ഐഡന്റിറ്റി. ഈ സെക്സ് ജെൻഡർ സിസ്റ്റത്തിൽ അവനെ പോലും അറിയാതെ ഏർപ്പെട്ടു പോകുന്നു. ആൻഡ് വിത്തിൻ ദാറ്റ് ഫ്രെയിം വർക്ക് ഹി ഡെവലപ്സ് എ ജെൻഡർ ഐഡന്റിറ്റി. Okay, so natural binary oppositions, natural heterosexual matrices, sex, gender, heterosexuality, everything is part of the society and everything is made natural. Okay, so does it mean that the sex, gender and heterosexuality, everything is natural? Sex is natural, it is biological, but all the other things are created. Okay, ബാക്കി എല്ലാ കാര്യങ്ങളും സമൂഹം ഇങ്ങനെ കൊണ്ടുപോയ കാര്യമാണ്, ക്രിയേറ്റ് ചെയ്തതാണ് ബാക്കിയുള്ള കാര്യമല്ല. Why 2 rather than 3 or 4 or indefinitely many? Association of a natural sex with a gender and a natural attraction to the opposite sex or gender. Cultural constructions in the service if the reproductive interest, as Foucault says, the reproductive of the system of Kingsman, G. Rubin, C. Levi-Strauss says. So ഈ രണ്ട് തിയറീസ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം നമ്മളെ പ്രസന്റ് ഡയറീസ് ആയിരുന്നു നമ്മുടെ എൻകോഡിങ് ഡീകോഡിങ് എസ്സയുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നത്, ഗ്രാംഷിയുടെ പ്രസന്റ് ഡയറീസ്. അപ്പൊ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ ഈ ഒരു കൾച്ചറൽ ഇതിനെല്ലാത്തിനും നമ്മുടെ പല തിയറിസ്റ്റിനെയും ബേസിലാണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പം ഇൻഫ്ലുവൻസ് വരുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഈ തിയറി ആരാണ് പറഞ്ഞത്, എന്താണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് കുറിച്ച് വെക്കുന്നത് നന്നായിരിക്കും. Association of a natural sex with a gender and a natural attraction to the opposite sex or gender. Cultural construct in the service if, so the reproductive interest by Foucault, reproductive of the system of kinship, the society needs to define the anatomy in terms of binary. So ഇവിടെ പറയുന്ന വേറൊന്നുമല്ല, ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്,
ജെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് അത് നാച്ചുറൽ അട്രാക്ഷൻ ആയിട്ട് മാറുന്നു. നാച്ചുറൽ അട്രാക്ഷൻ ടു ദ ഓപ്പോസിറ്റ് സെക്സ്. അപ്പൊ ഈ ഒരു സെക്സിന്റെ ബേസിൽ, അതായത് ഇഫ് യു ആർ എ ഫീമെയിൽ യു ഷുഡ് മാരി എ മെയിൽ, ഇഫ് യു ആർ എ മെയിൽ യു ഷുഡ് മാരി എ ഫീമെയിൽ. ഈ ഒരു കൺസ്ട്രക്ട് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ സൊസൈറ്റി നീഡ് ടു ഡിഫൈൻ ദ അനാട്ടമി ഇൻ ടേംസ് ഓഫ് ബൈനറി. ഇവിടെ ഒരു ബൈനറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ, ബിക്കോസ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഓഫ് ദ കിങ്ഷിപ്പ് സിസ്റ്റം. അപ്പം എന്താ പറയുക, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് ഇഫ് യു നീഡ് ടു ബി പ്രൊഡക്റ്റീവ് യു ഷുഡ് മാരി എ മാൻ, ഇഫ് യു ആർ എ ഫീമെയിൽ യു ഷുഡ് മാരി എ മാൻ. ഇഫ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയി ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹെട്രോസെക്ഷുവാലിറ്റിയുടെ കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ ആവണം, ആൻഡ് ദിസ് ഇസ് ദ വേ ദ സൊസൈറ്റി ഷുഡ് ബി എന്ന് നോമേറ്റീവ് ആയിട്ട് കുറിച്ചു വെച്ചു. ദെൻ sex, gender, heterosexuality is a social construct, historical product, refined as natural by the gender system. Heterosexuality is a construct produced and maintained through gender. അപ്പം ഈ ഒരു ഹെട്രോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റുമായിട്ട് ചേർന്ന് തന്നെ, ആ ഒരു ആക്റ്റുമായിട്ട് ചേർന്ന് തന്നെ വന്ന ഒരു കൺസെപ്റ്റാണ്. അവർ കണ്ടിന്യൂവൽ റെപ്പറ്റീഷൻ ഓഫ് സച്ച് ജെൻഡർ ആക്ട്സ് മെയിൻറ്റെയിൻ ദ ഹെജിമണി ഓഫ് നോർമേറ്റീവ് ഹെറ്ററോനോർമേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. അപ്പം ഈ ഒരു ഹെജിമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെറ്ററോനോർമേറ്റീവ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കാറുണ്ട്. അതായത് ജെൻഡർ ആക്ട്സ് കറക്റ്റ് ആണ്, അതുപോലെ ഹെട്രോസെക്ഷുവാലിറ്റി കറക്റ്റ് ആണ്. ഇനി ഒരു പർട്ടിക്കുലർ ഒരു പക്ക സൊസൈറ്റി ആവണമെങ്കിൽ ഈ രണ്ട് റൂൾസ് ഒബേ ചെയ്യുക. കാരണം യുവർ സെക്സ് വിൽ ഡിറ്റർമൈൻ യുവർ ജെൻഡർ ആൻഡ് യുവർ ഐഡന്റിറ്റി ഇസ് ജെൻഡേർഡ് ഐഡന്റിറ്റി എന്ന ഒരു സമൂഹത്തിന്റെ തോട്ടിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ, അതൊരു ബൈനറി ആണെന്ന് പറയാനാണ് ജൂഡിത്ത് ബട്ട്ലർ ശ്രമിച്ചത്. ഒരിക്കലും ബൈനറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഒപ്പോസ് ചെയ്ത് തന്നെയാണ്. ബൈനറി വേണമെന്നല്ല, വേണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, സെക്സ്, ജെൻഡർ, heterosexuality, social construct, historical products refined as natural by a gendered system. അപ്പം ജെൻഡേർഡ് സിസ്റ്റം നാച്ചുറലാക്കി കൊണ്ടുവന്ന ഈ കൺസെപ്റ്റുകളാണ് നമ്മുടെ ജൂഡിത്ത് ബട്ട്ലർ എടുത്ത് എസ്സേയിലും പറയുന്നത്. സോ കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ദെൻ ജെൻഡർ ഇസ് എ സിംബോളിക് വയലൻസ്. ജെൻഡർ എങ്ങനെയാണ് സിംബോളിക് വയലൻസ് ആവുന്നത്? അതായത് ഇറ്റ് ഫോഴ്സസ് ബോഡീസ് ഇൻ ടു ഒപ്രസീവ് കാറ്റഗറീസ്, ബൈനറി സിസ്റ്റം that constrains desires and individual practices, heterosexuality, impossibility already given. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫീമെയിലിന് ഇത്ര റോൾസ് സൊസൈറ്റിയിൽ പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു റോളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവൾ നിൽക്കുന്നതെങ്കിൽ, സോ ദ ഡോമിനന്റ് പീപ്പിൾ will start oppressing these categories. Okay, for example, ഇപ്പം ഒരു ലേഡി കല്യാണം കഴിക്കാതെ കുഞ്ഞുണ്ടായി, അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ നോം ഓഫ് ദ സൊസൈറ്റി. സോ സമൂഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഡിയെ പിന്നീട് ഒരിക്കലും സമൂഹത്തിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ഷീ വിൽ ഗെറ്റ് ഒപ്രസ്ഡ്. ഏതൊരു റീസൺ കാരണമായാലും അവിടെ ബൈനറി സിസ്റ്റം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഷീ ഈസ് ഒപ്രസ്ഡ് ഫ്രം ദ സൊസൈറ്റി. ഓക്കെ, സോ ഹിയർ ദിസ് ജെൻഡർ ആക്ട് ആസ് എ സിംബോളിക് വയലൻസ്. അവിടെ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഹ്യൂമാനിറ്റി അവിടെ ഇല്ല, പകരം ജെൻഡറിറ്റി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക്. Phenomenology and feminism. How useful is a phenomenological point of departure for a feminist description of gender? Feminist theory, women's perspective, battle against invisibility of women. Feminism speaks for the special interest of women. It considered the univocal category of woman itself in the name of emancipation, a subjecting class, as Foucault said, a specificity, a singular shackled nature. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ഫെമിനിസ്റ്റ് തിയറിയില് ഫിനോമിനോളജിയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ ജെൻഡറിനെ എങ്ങനെയാണ് ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ടത്? സോ ഇതൊക്കെയാണ് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് നമുക്ക് സാധിക്കും. How does the social reproduction of gender identity works? How the phenomenon of women's point of view get constituted? Which are the mundane manners in which body get crafted into gender? Conditions of oppression of the gender system and the binary opposites categories that it creates. അപ്പം ഈ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഇതൊക്കെയാണ് that we must consider as a feminist. If you are talking about the gendered identity, you must consider all these points into matter. So feminism should extend the focus on a critical genealogy of the constructed categories, new point of view, or it not only from the female perspective appropriate of the phenomenological theory of constitution. Okay, then very important, gender performativity. ഈ ഒരു തിയറി പറഞ്ഞത് ബട്ട്ലർ ആണ്. She said our identity is not fixed, it is fluid. Very important, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഐഡന്റിറ്റി എന്താണ്? ഐഡന്റിറ്റി ഒരിക്കലും ഫിക്സഡ് അല്ല, ഇറ്റ് ഈസ് ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ എ മെയിൽ ടു ആക്ട് ലൈക്ക് എ മാൻ. ഒരിക്കലും മെയിലിന് മാനിനെ പോലെ ആക്ട് ചെയ്യണമെന്നുള്ളത്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മസ്കുലിനിറ്റി, ഫെമിനിറ്റി, മെയിൽ, ഫീമെയിൽ, ഇവർ രണ്ടും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കുറച്ച് റോൾസ് ഉണ്ടല്ലേ. മെയിൽ എന്ന് പറയുന്നത് ഡോമിനന്റ്, വിമൻ സബ്മിസീവ്. മെയിൽ എന്ന് പറയുന്നത് എന്താ പറയാ, ബോഡി സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കണം, ആൻഡ് ഹീസ് വെരി കേപ്പബിൾ. ഇങ്ങനെ കുറച്ച് റോൾസ് ഉണ്ട്. സോ എക്സാക്ട്ലി എല്ലാ മെന്നിനും ആ ഒരു റോൾ ഉണ്ടാവണം. കരയരുത്, ആണുങ്ങൾ കരയാൻ പാടില്ല. സോ എല്ലാ ആണുങ്ങളും കരയാത്തവരാണോ എന്ന് ചോദിക്കുമ്പോൾ കരയുന്നവരും ഉണ്ടാവാം. എല്ലാ പെണ്ണുങ്ങളും കരയണം, എല്ലാ പെണ്ണുങ്ങളും കരയുന്നവരാണോ? കരയാത്തവരും ഉണ്ടാവാം. എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്രണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന ഒരു എന്താ പറയുന്ന ഈ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി അല്ല. ഇറ്റ് മേ ചേഞ്ച്. ഫീമെയിലിന് കൊടുത്തേക്കുന്ന കുറച്ച് റോൾസ് ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലേ, അവൾ പെണ്ണാണെങ്കിലും ആണുങ്ങളുടെ തന്റേടെ അവൾക്ക് കിട്ടിയേക്കുന്നത്. എന്തുകൊണ്ടാ? ബിക്കോസ് ഐഡന്റിറ്റി ഇസ് നോട്ട് ഫിക്സഡ്, ഇറ്റ് ഇസ് ഫ്ലൂയിഡ്, ഇറ്റ് മേ ചേഞ്ച്. ഓക്കെ, സോ ഐഡന്റിറ്റി ഈസ് ബിൽഡ് ഓൺ പൈൽ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്പീരിയൻസ്. തനിക്ക് കിട്ടിയ ഇൻപുട്ട് എന്താണോ, താൻ വന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്ത കൾച്ചർ എന്താണോ, അതിനനുസരിച്ചായിരിക്കും തന്റെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദർ ഈസ് നോ ഇന്നർ സെൽഫ് വാട്ട് എവർ യു ആർ ജസ്റ്റ് ബിക്കോസ് ഓഫ് ഔട്ടർ വേൾഡ്. ഒരിക്കലും നമുക്കൊരു ഇന്നർ സെൽഫ് ഇല്ല. ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇതെല്ലാം ക്രിയേറ്റഡ് ആയിട്ടുള്ളത് എവിടെ നിന്നാണ്? വാട്ട് എവർ യു ആർ ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ഔട്ടർ വേൾഡ്. തന്റെ സമൂഹം, താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് തനിക്ക് കിട്ടിയ ഒരു ഇൻപുട്ട് എന്താണോ അതാണ് തന്റെ ഐഡന്റിറ്റി. നോ റോൾ ഓഫ് ബയോളജിക്കൽ ഡിഫറൻസ് ഇൻ ഷേപ്പിംഗ് ദ ഐഡന്റിറ്റി ഓഫ് അവർ ജെൻഡർ. ഒരിക്കലും ബയോളജിക്കൽ ഡിഫറൻസിൽ നമ്മുടെ ഐഡന്റിറ്റി ഷേപ്പ് ചെയ്യുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. യു പെർഫോം റോൾസ് ഗിവൺ ബൈ ദ സൊസൈറ്റി. നമ്മൾ എന്താണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ റോൾ ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ സൊസൈറ്റി. ദ റോൾ ഓഫ് എ മദർ, ദ റോൾ ഓഫ് എ സിസ്റ്റർ, ദ റോൾ ഓഫ് എ ഡോട്ടർ, the role of a grandmother, etc. So binary division is also socially constructed. No one can be 100% male or female. Traditional view of masculinity and femininity should be challenged. ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ടും ജൂഡിത്ത് ബട്ട്ലർ തന്റെ തിയറിയിൽ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജൂഡിത്ത് ബട്ട്ലറിന്റെ എസ്സേ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എസ്സേ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ബട്ട്ലറിന്റെ തിയറി അറിയാതെ നമുക്ക് പോയിട്ടൊരു കാര്യമില്ല. സോ അതുകൊണ്ടാണ് ഇന്ന് ഒരു ക്ലാസ് ഇതിനായിട്ട് എടുത്തത്. കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.